സന്നിഹിതരായിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളായ നാട്ടുകാരെ, എല്ലാവർക്കും പാർട്ടിയുടെ ഊഷ്മളമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. ഇന്ന് പെട്ടെന്ന് ഒരു അടിയന്തര സ്വഭാവത്തിൽ ഈ ഒരു മുല്ലക്കര പ്രദേശത്ത് നമ്മൾ ഇങ്ങനെ ഒരു പ്രതിഷേധ സംഗമവും ഒരു യോഗവും വിളിച്ചു ചേർത്തിരിക്കുന്നത് എന്തിനാണ് എന്ന് ഈ കൂടിയിരിക്കുന്നവർക്ക്, അതുപോലെ തന്നെ ഈ മുല്ലക്കര ദേശത്തുള്ള ഏകദേശം സാമൂഹിക പ്രതിബദ്ധതയുള്ള ജനാധിപത്യ വിശ്വാസികളായ ഇവിടുത്തെ പൊതുസമൂഹത്തിന് ഇതിനകം മനസ്സിലായിട്ടുണ്ടാവും. ഇത്തരം പ്രവണതകൾ ഇവിടെ സൂചിപ്പിച്ചു. സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും അതിന്റെ ഒരു സൂചന എന്തിനാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇത്തരം പ്രതിഷേധം നമ്മൾ ഇവിടെ സംഘടിപ്പിക്കുന്നത് എന്ന ഒരു സൂചന ഇവിടെ തന്നു കഴിഞ്ഞു. ഇത്തരം പ്രവണതകൾ നമ്മുടെ പോലുള്ള ഈ ഇങ്ങനെയുള്ള ഗ്രാമപ്രദേശങ്ങളിൽ നമ്മൾ ഒത്തൊരുമയോട് ജീവിക്കുന്ന ഇങ്ങനെയുള്ള നിഷ്കളങ്കമായ ഈ ഗ്രാമപ്രദേശങ്ങളിൽ ഇങ്ങനെയുള്ള പ്രവണതകൾ കണ്ടാൽ അതിനെ ഉടനടി പ്രതിരോധിക്കണം, അതിനെതിരെ ഉടനടി പ്രതികരിക്കണം, അത് മുളയിലേ നുള്ളണം. കാരണം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഗ്രസിച്ചിരിക്കുന്ന ഈ ഫാസിസം എന്ന ആ ഒരു നമ്മൾ ഭയപ്പെടുന്ന ആ ഒരു സംഗതി നമ്മുടെ പോലുള്ള ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിലേക്കും അത് വരും. അതുകൊണ്ടാണ് വളരെ അടിയന്തര സ്വഭാവത്തിൽ ചെറിയൊരു ചട്ടക്കൂടിൽ നമ്മൾ ഈ പ്രതിഷേധ സംഗമം ഇവിടെ വിളിച്ചു ചേർത്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ രാജ്യം, ഇന്ത്യ എന്ന മഹാരാജ്യം ലോകത്ത് വിശേഷിപ്പിക്കപ്പെടുന്നത് ഏറ്റവും ബൃഹത്തായ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന പേരിലാണ്. എങ്ങനെയാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി മാറിയത്? നമ്മുടെ രാജ്യത്ത് ജനാധിപത്യപരമായി വോട്ട് ചെയ്യുന്ന വോട്ടർമാർ ഏറ്റവും കൂടുതൽ ഉള്ളത് കൊണ്ട് മാത്രമല്ല, ഏറ്റവും ജനാധിപത്യ രീതിയിൽ സുതാര്യമായി നമ്മളെ ഭരിക്കാനുള്ള ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന ഇവിടുത്തെ പൗരന്മാർക്ക് നൽകിയിട്ടുണ്ട്. ഈ കാലം വരെയും ആ അവകാശം ഉപയോഗപ്പെടുത്തി നാം നമ്മുടെ ഭരണാധികാരികളെ തിരഞ്ഞെടുത്തിരുന്നു. ആ പേരിലാണ് ലോകത്ത് ഇന്ത്യ അറിയപ്പെടുന്നത് ഏറ്റവും ബൃഹത്തായ ജനാധിപത്യ രാജ്യമെന്ന്. പക്ഷേ കുറച്ച് ദിവസങ്ങളായി, കുറച്ച് മാസങ്ങളായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളുടെ ഹൃദയങ്ങളിലേക്ക് തീ കോരിയിടുന്ന, കനൽ കോരിയിടുന്ന ചോദ്യങ്ങളാണ് രാജ്യത്തിന്റെ തലസ്ഥാനത്തിരുന്നു കൊണ്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് കുറച്ചു കാലമായി ഈ ഭരണഘടന ഇവിടത്തെ പൗരന്മാർക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ള ഓരോ അവകാശങ്ങൾ, മതേതരത്വം, സാഹോദര്യം, സമത്വം, ഇങ്ങനെ പറയുന്ന ഓരോ ഭരണഘടനാ മൂല്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവസാനം നമ്മൾ വിചാരിച്ചിരുന്നു ജനാധിപത്യ പ്രക്രിയയിലൂടെ നമ്മുടെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം അത് നമുക്ക് കൈമോശം വരില്ല എന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. പക്ഷേ അതുപോലും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമാകുന്നു എന്ന വാർത്തകളാണ് ഈ രാജ്യത്ത് നിന്നും നാൾക്കുനാൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിവിടുത്തെ ജനാധിപത്യ വിശ്വാസികളെ ഭീതിയിലാക്കിയിരിക്കുകയാണ്, ആശങ്കയിലാക്കിയിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ചിരുന്നു ഇത്തരം ഒരു ഫാസിസ്റ്റ് ഭരണകൂടം നമ്മുടേതുപോലുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത്, നമ്മുടേതുപോലുള്ള ഒരു മതേതര രാജ്യത്ത്, നമ്മുടേതുപോലെ വൈവിധ്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ഒരു രാജ്യത്ത് ഇത്തരം ഫാസിസ്റ്റ് പ്രവണതയുള്ള ഒരു ഭരണകൂടം എങ്ങനെയാണ് വീണ്ടും വീണ്ടും ഭരണത്തിലേറുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചിരുന്നു, നമ്മൾ പഠിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴാണ് അതിന്റെ ഉള്ളുകള്ളികൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഭീതിതമായ, നമ്മളെ പേടിപ്പെടുത്തുന്ന, ആശങ്കയിലാഴ്ത്തുന്ന വൻ വോട്ട് കൊള്ളയെ കുറിച്ചാണ് രാജ്യത്തിന്റെ ചർച്ചാ വിഷയം. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കാരണം നമ്മൾ ഒരുപാട് അത് വാർത്താ മാധ്യമങ്ങളിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഈ രാഹുൽ ഗാന്ധി ഈ രാജ്യത്തെ ജനങ്ങളോട്, ഈ രാജ്യത്തെ ഭരണാധികാരികളോട് ഉയർത്തുന്ന ചോദ്യത്തിന് ഇതുവരെ മറുപടിയില്ല. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണോ എന്ന ചോദ്യത്തിന് അല്ല, അല്ലെങ്കിൽ ആണ് എന്ന ഒരു ഉറപ്പിച്ച ഉത്തരം പറയാൻ ഇവിടത്തെ ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഇവിടത്തെ ഒരു സാധാരണ പൗരന്റെ ചോദ്യത്തിന് പോലും ഉത്തരം പറയാൻ ഉത്തരവാദിത്വം
കമ്മീഷൻ എന്നത്. പക്ഷേ ഇന്നാള് വരെ രാഹുൽ ഗാന്ധി ഉയർത്തുന്ന അക്കമിട്ട് തെളിവുകൾ സഹിതം ഡാറ്റകൾ നിരത്തി ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് ഈ ഇലക്ഷൻ കമ്മീഷൻ ഉത്തരമില്ല എന്നതാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്. അതിന്റെ അതേ കഷ്ണമാണ്, അതേ രൂപമാണ് നമ്മൾ തൃശ്ശൂർ ജില്ലയിലേക്കും വന്നു കയറിയിരിക്കുന്നത്. നമ്മൾ ഇതിനകം വെൽഫെയർ പാർട്ടി വലിയ ഒരു പ്രതിഷേധ പരിപാടി നമ്മൾ നടത്തിയിരുന്നു. നമ്മൾ കരുതി, നമ്മളന്നും വെൽഫെയർ പാർട്ടി അന്നും ഇന്നും പറഞ്ഞിരുന്നു, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി BJPക്ക് ഒരു MP ഉണ്ടായപ്പോൾ നമ്മളന്ന് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു, ഒന്നുകിൽ ഇത് ഡീലാണ് അല്ലെങ്കിൽ ഇത് കൊള്ളയാണ് എന്ന്. പക്ഷെ ഇപ്പൊ അതിന്റെ പച്ചയായ തെളിവുകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും വോട്ട് കൊള്ള നടത്തിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ തൃശ്ശൂരിൽ നിന്നും സുരേഷ് ഗോപിയും ജയിച്ചു പോയത് എന്ന വാർത്തകളാണ് ദിനേന നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ സൂചിപ്പിച്ചു എന്തുകൊണ്ടാണ് BJP CPM ബാന്ധവം നമ്മൾ ഇങ്ങനെ എടുത്തു പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു. നമ്മൾ ഇപ്പോഴും പറയുന്നുണ്ട്, നമ്മുടെ തൃശ്ശൂർക്കാര് നമ്മുടെ ഹൃദയത്തിൽ ഏറ്റുന്ന നമ്മുടെ ഏറ്റവും വലിയ ഉത്സവമാണ് പൂരം എന്നത്. ഈ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കഴിഞ്ഞ തവണ പൂരം കലക്കപ്പെട്ടത്. ആ പൂരം കലക്കാൻ കൂട്ടുനിന്നത് ആരാണ് എന്നും അതിനെ കൊടപിടിച്ചത് ആരാണ് എന്നും സുരേഷ് ഗോപിക്ക് ഈസിയായിട്ട് നമ്മുടെ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു കയറാൻ പറ്റിയത് എങ്ങനെയാണെന്നും ഇതിനകം നമുക്ക് തെളിവുകൾ സഹിതം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് നമ്മുടെ നാട്ടിലേക്കും അല്ലെങ്കിൽ നമ്മുടേതുപോലെയുള്ള ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിലേക്കും ഇത്തരം വോട്ടുകൊള്ളയുടെ ദീപിപ്പിക്കുന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്വന്തം സഹോദരങ്ങളെ പോലെ കരുതിയിരുന്നവർ, ജീവിച്ചിരിക്കുന്ന ആളുകൾ ജീവിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട്, ഇവിടെ താമസിക്കുന്ന ആളുകൾ താമസിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്, നമ്മുടെ പാർട്ടിയുടെ യൂണിറ്റ് പ്രസിഡന്റിന്റെ പോലും വോട്ട് നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് വലിയ രീതിയിലുള്ള ഒരു വോട്ട് വെട്ടൽ പ്രക്രിയയാണ് മുല്ലക്കര പ്രദേശത്ത് നടന്നത്. അതുകൊണ്ട് ഇത്തരം പ്രവണതകൾ എന്ത് വില കൊടുത്തും നാം ജനാധിപത്യ വിശ്വാസികൾ ചെറുക്കണം. ജനാധിപത്യപരമായിട്ട് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കണം. ജനാധിപത്യപരമായിട്ട് നമ്മുടെ ഭരണാധികാരികൾ തെരഞ്ഞെടുക്കപ്പെടണം. അത് നമ്മുടെ ഭരണഘടനാ അവകാശമാണ്, നമ്മുടെ ഓരോ പൗരന്മാരുടെയും അവകാശമാണ്. ഇത്രയും കാലം നമ്മളെ ഭരിച്ചത് ഇവിടെ ജീവിച്ചിരിക്കുന്ന ആളുകൾ വോട്ട് ചെയ്തിട്ടാണ്. പക്ഷെ ഇപ്പൊ വാർത്ത വരുന്നത് മരിച്ച ആളുകൾ വോട്ട് ചെയ്തിട്ട് നമ്മുടെ ഭരണാധികാരികൾ ഭരണത്തിലേറുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതുപോലെ മുല്ലക്കര ദേശത്തും നമ്മുടെ ഡിവിഷനിലും ഇത്തരമൊരു വോട്ടുകൊള്ള നടന്നു എന്ന് തെളിവ് സഹിതം, അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ വോട്ട് ചോർത്തപ്പെടുമ്പോൾ അല്ലെങ്കിൽ വോട്ട് വെട്ടപ്പെടുമ്പോൾ ഇത്തരം ഒരു കൊള്ള നമ്മുടെ പ്രദേശത്ത് നടക്കാൻ പാടില്ല. അത് വെൽഫെയർ പാർട്ടി എന്നല്ല, ഏത് ജനാധിപത്യ വിശ്വാസികളായ പൗരന്റെയും അവകാശത്തെ റദ്ദു ചെയ്യലാണത്. ഇനി നമ്മൾ പോയി തെളിയിക്കണം, ഞാൻ ജീവിച്ചിരിപ്പുണ്ട്, ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ മുല്ലക്കരയിൽ ജീവിക്കുന്ന ആളാണ്, ഞാൻ മുല്ലക്കരയിൽ താമസിക്കുന്ന ആളാണെന്ന് കോർപ്പറേഷനിൽ പോയി ഞാൻ തെളിയിക്കണം. ഇത് തന്നെയാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പൗരത്വ വിഷയത്തിൽ ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബീഹാറിലും അസമിലൊക്കെ ആയിരക്കണക്കിന് ആളുകളുടെ വോട്ടുകളാണ് വെട്ടപ്പെട്ടിരിക്കുന്നത്. അവർക്ക് പൗരത്വമില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി പൗരത്വം അവർ തെളിയിക്കണം. നമ്മൾ ഇന്ത്യയിൽ ജനിച്ചവരാണ്, ഇന്ത്യയിലെ പൗരനാണ് ഞാൻ എന്ന് ഞാൻ നടന്ന് തെളിയിക്കണം. അപ്പോ അത്തരം ഒരു വിശേഷത്തിലേക്കാണ് അല്ലെങ്കിൽ സ്ഥിതി വിശേഷത്തിലേക്കാണ് മുല്ലക്കരയിലേക്കും നാം വന്നിരിക്കുന്നത്. നമ്മൾ എല്ലാവരും അവര് വിളിച്ച ഹിയറിംഗിന് ഇതുപോലെ വോട്ട് വെട്ടപ്പെട്ട ആളുകൾ അവര് വിളിച്ച ഹിയറിംഗിന് അവിടെ പോയി നാം തെളിവ് ഹാജരാക്കി, ഞങ്ങൾ വോട്ടുണ്ട് എന്ന് ഹാജരാക്കി വരേണ്ട ഗതികേട്. ഇത്രയും പച്ചയായ വോട്ട് കൊള്ള തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൽ നമ്മൾ പറയുന്നത്, ഇത്തരം ഈ BJPയുടെ അതേ തന്ത്രം അല്ലെങ്കിൽ ഫാസിസ്റ്റുകാർ പുലർത്തുന്ന ഈ രാജ്യത്തെ വിട്ടുപിടിക്കാൻ പുലർത്തുന്ന അതേ തന്ത്രം CPM-ഉം ഭരണത്തിലേറാൻ വേണ്ടി പയറ്റുമ്പോൾ അത് നമ്മൾ എന്ത് വില കൊടുത്തും തടയണം എന്നുള്ളതാണ് ഈ പ്രതിഷേധ സംഗമത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ട് നമ്മൾ ജനാധിപത്യ വിശ്വാസികൾ എല്ലാവരും, എല്ലാ പൗരന്മാരും ഇങ്ങനെയുള്ള പ്രവണതകൾ കണ്ടാൽ അതിനെതിരെ ഉടൻ പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുക എന്നതാണ് വെൽഫെയർ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലക്ക് ഇവിടെ എനിക്ക് ബോധിപ്പിക്കാനുള്ളത്. ഈ പ്രതിഷേധ സംഗമത്തിന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഞാൻ എന്റെ
വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നന്ദി, നമസ്കാരം.